1-ാം അധ്യായത്തില് അതിന്റെ പ്രാരംഭ വാക്യങ്ങളില് ജഡീകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ആത്മീയതയെ കുറിച്ചും പ്രാകൃത മനുഷ്യരെ കുറിച്ചും കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിക്കുകയുണ്ടായിരുന്നു. അതിന്റെ 14-13 വാക്യങ്ങളിലാണ് ആത്മീയതയെ കുറിച്ചും അതുപോലെ തന്നെ 14-ാം വാക്യത്തില് പ്രാകൃത മനുഷ്യനെ കുറിച്ചും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ട് കൂട്ടത്തിലും ഉൾപ്പെടാത്ത ഒരു കൂട്ടരാണ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4-5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിശേഷിച്ച് 3 വരെയുള്ള വാക്യങ്ങളിലാണ് അത് അവരെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ നാം നോക്കിയാൽ, കൊരിന്ത്യയിൽ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നാം നോക്കിയതുപോലെ ഇന്ന് വിശ്വാസ സമൂഹത്തിലും നാം നോക്കിയാൽ നമുക്ക് ഏറ്റവും അധികമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന കൂട്ടരെയാണ്. ആത്മീയരാണ് സഭയിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രാകൃത മനുഷ്യൻ നമുക്കറിയാം, നാം ഈ ഭാഗത്തൊക്കെ വായിക്കുന്ന പോലെ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവനല്ല, രക്ഷയെങ്കിലേക്ക് വരാത്തവനെ കുറിച്ചാണ് പ്രാകൃത മനുഷ്യൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി അവൻ ആത്മീയനായിരിക്കണം. ആത്മീയനായിട്ട് അവൻ തുടരേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ പലപ്പോഴും ഒരു വിശ്വാസിയെ ജഡീകന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊരിന്ത്യ വിശ്വാസികളിലും അവർ വന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. എല്ലാവിധമായിരിക്കുന്ന മാലിന്യങ്ങളും പാപത്തിൻ്റെതായിരിക്കുന്ന ഏറ്റവും അധപ്പതിച്ചതായിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് നിന്നാണ് കൊരിന്ത്യ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നത്. അങ്ങനെ അവർ വന്നപ്പോൾ അവരുടെ പല സ്വഭാവങ്ങളും പിന്നെയും അവരെ പിന്തുടരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ആ വിശ്വാസികളോടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ സംസാരിക്കുന്നത്. അവരെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം അവരെ ആത്മീയരായിട്ട് മുൻപോട്ട് വരുവാനായിട്ടുള്ള ആഗ്രഹത്തില് പൗലോസ് എഴുതിയ വാക്കുകളാണ് നമുക്ക് ഈ അധ്യായങ്ങളിൽ കൂടെ ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡീകന്മാരുടെ സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ വിശ്വാസികളാണ്. പൗലോസ് അവരെ വിളിക്കുന്നത് എന്താ? സഹോദരന്മാരെ എന്നാണ് അവരെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസികളാണ്. എന്നാൽ അങ്ങനെ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവർ ആത്മീയരല്ല. അതുകൊണ്ടാണ് പൗലോസിന് അവരോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. നാം വായിക്കുമ്പോൾ എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് പോലെ. ആ 2 വാക്കുകളിൽ തന്നെ ആത്മീയൻ, ജഡീകൻ, അതിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവരുടെ സ്വഭാവങ്ങള് കാണാനായിട്ട് സാധിക്കും. ഈ കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ നാം പല കാര്യങ്ങൾ ആത്മീയരോടുള്ള ബന്ധത്തിൽ നാം കാണുന്നുണ്ട്. റോമാലേഖനത്തിൽ നിന്നും ചില വാക്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ആത്മീയരുടെ ലക്ഷണം അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നാം ചിന്തിച്ച കാര്യങ്ങൾ, ഒന്ന്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കും അവർ. റോമാലേഖനം 8-4 നാം അത് കാണുന്നുണ്ട്. അതുപോലെ 8-5 വരുമ്പോൾ അവരുടെ സ്വഭാവം എന്തായിരിക്കും? ആത്മസ്വഭാവമുള്ളവരായിരിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കും, ആത്മസ്വഭാവമുള്ളവരായിരിക്കും. അവരുടെ ചിന്ത എന്തായിരിക്കും? ആത്മാവിന്റെ ചിന്തയായിരിക്കും അവരുടെ ചിന്ത. റോമാലേഖനം 8-6 വാക്യം. റോമന്റെ 8-9 നാം വായിക്കുമ്പോൾ അവർ ആത്മാധിവാസമുള്ളവരാണ്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. 8-14 വരുമ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കും അവർ. എന്നാൽ ഇതൊന്നും അല്ലാതെ ആത്മാവിന് കൊടുക്കേണ്ടതായിരിക്കുന്ന പ്രാധാന്യം കൊടുക്കാതെ, ആത്മാവിന് വിധേയപ്പെടാതെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ അവരാണ് ജഡീകന്മാർ. ജഡത്തിന്റെ ഇച്ഛകൾക്കും മനോവികാരങ്ങൾക്കും ഒക്കെ കീഴ്പ്പെട്ടവരായിരുന്നു നാം എഫെസ്യരിൽ വായിക്കുന്നുണ്ട്. ആ സ്വഭാവം പിന്നെയും നിലനിർത്തുന്നതായിരിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ 2 പ്രത്യേകമായിരിക്കുന്ന സ്വഭാവങ്ങളാണ്
അവരെ കുറിച്ച് നാം അവിടെ കാണുന്നത്. ഒന്ന്, അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്. അതുകൊണ്ട് തന്നെ എന്താ, അവർക്ക് ആത്മീയമായ കട്ടിയായ ആഹാരം കഴിക്കാനായിട്ട് അവർ കഴിയുന്നില്ല. ജനിച്ചപ്പോൾ മുതൽ തന്നെ അവർ കഴിക്കുന്നതായിരിക്കുന്ന ആഹാരത്തിൽ തന്നെ മുമ്പോട്ട് പോകാനായി അവർക്ക് സാധിക്കുന്നുള്ളൂ. കട്ടിയായിരിക്കുന്ന ആഹാരം ഭക്ഷിക്കാൻ തക്കവണ്ണം സാധിക്കാതെ നേരത്തെ നാം അടിസ്ഥാന ഉപദേശങ്ങൾ നാം വായിക്കുമ്പോൾ അടിസ്ഥാന ഉപദേശങ്ങളിൽ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്ന് അവരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ ആഹാരത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ എന്തുണ്ട്? ഈർഷ്യയും പിണക്കവുമുണ്ട്. അവരുടെ മൂന്നാമത്തെ വാക്യം ശിശുക്കളുടെ പ്രത്യേകമായിരിക്കുന്ന സ്വഭാവമാണ്. തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടോ തമ്മിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പരസ്പരം സ്വീകരിക്കുവാനായിട്ടോ പലപ്പോഴും സാധിക്കാത്ത സ്വഭാവം അവർ ശിശുക്കളുടെ സ്വഭാവമാണ്. കൊരിന്ത്യയിലുള്ള വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അന്യോന്യം കൈക്കൊള്ളുവാനായിട്ട് പലപ്പോഴും സാധിച്ചില്ല. അവർ വിവിധ പക്ഷക്കാരായിട്ട് തീർന്ന് അവിടെ നാം വായിക്കുമ്പോൾ ഈർഷ്യയും പിണക്കവും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് പൗലോസ് അവരെ വിളിക്കുന്നത് ശേഷം മനുഷ്യര്, അതുപോലെ തന്നെ സാധാരണ മനുഷ്യർ. 4-ാം വാക്യം നാം വായിക്കുമ്പോൾ സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെന്നും ശേഷം മനുഷ്യരെന്നൊക്കെ പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ പ്രാകൃത മനുഷ്യരാണ് വിഷയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. സാധാരണ മനുഷ്യർ. അപ്പോൾ പ്രാകൃത മനുഷ്യന്റെ സ്വഭാവമാണ് ആർക്കുള്ളത്? ജഡികർക്കുള്ളത്. പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം രക്ഷിക്കപ്പെട്ടു എങ്കിലും പിന്നെയും പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം, സാധാരണ മനുഷ്യന്റെ സ്വഭാവം പിന്തുടരുന്നവരാണ് ജഡീകർ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് അർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. 5-ാം വാക്യം 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ 5 അപ്പല്ലോസാർ പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ചോദിക്കുകയാണ്, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് പൗലോസിന്റെ പക്ഷക്കാരനും അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പൗലോസ് ചോദിക്കുന്നത്, പൗലോസ് ആര്? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ 5-ാം വാക്യം വായിക്കുമ്പോൾ who then is Paul and who is Apollos but ministers by whom we believe even as the Lord gave to every man. അത് വളരെ വ്യക്തമാണ്. even 5-ാം വാക്യം even as the Lord gave to every man. എല്ലാവർക്കും ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ നൽകിയിട്ടുണ്ട്. ഒരാൾ വിശ്വസിച്ച് രക്ഷയിലേക്ക് വരണമെങ്കിൽ ഇപ്പൊ കൊരിന്ത്യ വിശ്വാസികൾ വന്നത് പൗലോസ് മുഖാന്തരവും അവർ വളർന്നത് അപ്പൊല്ലോസ് മുഖാന്തരവുമാണ്. ഈ പൗലോസും അപ്പൊല്ലോസും ഒക്കെ ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുന്നു. മലയാളത്തിൽ വായിക്കുമ്പോൾ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നാം വായിക്കുന്നത്. അതിന്റെ അർത്ഥം എല്ലാവർക്കും ദൈവം നൽകുന്നത് പോലെ നിങ്ങൾക്കും നൽകിയ 2 പേരാണ് അപ്പൊല്ലോസും ഈ പൗലോസും എന്നുള്ളതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി മുൻപോട്ട് രക്ഷിക്കപ്പെട്ടു വരണമെങ്കിൽ, ആ വിശ്വാസി വീണ്ടും ആ അവിശ്വാസ ജീവിതത്തിൽ വളരണമെങ്കിൽ ദൈവം ചില സാഹചര്യങ്ങൾ അതിന് കൊടുക്കും. പൗലോസിന്റെ ജീവിതത്തിൽ നാം അങ്ങനെ ആരെങ്കിലും പൗലോസ് രക്ഷിക്കപ്പെടാനായിട്ട് വന്നതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ പൊതുവെ നാം നോക്കിയാൽ, കൊരിന്ത്യ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നാം നോക്കിയാൽ, പൗലോസിനെ അവിടേക്ക് അയച്ചത് ദൈവമാണ്. പൗലോസിനെ അവർക്ക് വേണ്ടി കൊടുത്തത് ദൈവമാണ്. അപ്പൊല്ലോസിനെ കൊടുത്തത് ദൈവമാണ്. അപ്പോൾ നാം ഒക്കെ ആണെങ്കിൽ, നാം വിശ്വാസികളായിട്ട് മുൻപോട്ട് വരണമെങ്കിൽ ദൈവം ചില മുഖാന്തരങ്ങളെ ഒരുക്കും. പക്ഷെ ആ മുഖാന്തരങ്ങൾ പ്രാധാന്യമുള്ളതല്ല എന്നുള്ളതാണ് അവിടെ പൗലോസ് പറയുന്നത്. പൗലോസിനെയും അപ്പൊല്ലോസിനെയും ദൈവം അവർക്ക് വേണ്ടിയിട്ട് അയച്ചു. നമ്മൾ വായിക്കുന്നത് പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായിരിക്കുന്ന ശുശ്രൂഷക്കാരാണ്. അവർ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാണ്. ദൈവമാണ് അവരെ അവിടേക്ക് അയച്ചത്. കൊരിന്തിലേക്ക് പൗലോസിനെയും അപ്പൊല്ലോസിനെയും അയച്ചത് ദൈവമാണ്. അതുകൊണ്ട് പൗലോസിനും അപ്പൊല്ലോസിനും യാതൊരുമായിരിക്കുന്ന പ്രാധാന്യവും ഇല്ല എന്ന് പറയുന്നത് ആരാ? പൗലോസ് തന്നെയാണ് പറയുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ നാം പഠിക്കുമ്പോൾ നാം ആ പൗലോസിന്റെ മനോഭാവങ്ങളൂടെ ഒന്ന്
ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തനിക്കൊട്ടും തന്നെ ഉയരുവാനായിട്ട് ആഗ്രഹമില്ലാത്ത പൗലോസിനെയാണ് ഈ വാക്കുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആരെങ്കിലും തന്റെ പക്ഷക്കാരനാണെന്ന് പറയുന്നതിൽ തനിക്കൊരു അല്പം പോലും അഭിമാനമില്ല എന്ന് തന്നെയല്ല, അങ്ങനെയുള്ള വിശ്വാസികളെയൊക്കെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആകാനായിട്ട് പാടില്ല. അപ്പൊല്ലോസിന്റെയും പൗലോസിന്റെയും ഒന്നും പക്ഷക്കാരായിട്ട് നിങ്ങൾ ആകുവാനായിട്ട് പാടില്ല. അവര് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ, അതുകൊണ്ട് എല്ലാവർക്കും കർത്താവ് നൽകുന്നത് പോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരൻ അത്രേ എന്ന് പൗലോസ് അവിടെ പറയുന്നു. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്, ആകയാൽ വളരുമാറാക്കുന്നത് ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല. ഇതിന്റെ കാരണം ഒരാഴ്ച ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഓർമ്മയുണ്ടാകും. ഇങ്ങനെ പൗലോസ് പറയാനൊരു കാരണമുണ്ട്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു എന്ന് പറയാനായിട്ട് ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 1 കൊരിന്ത്യർ 18-ാം അധ്യായം കഴിഞ്ഞ് 19-ാം വാക്യം, അപ്പോസ്തല 18-ാം അധ്യായത്തിലാണ് കൊരിന്ത്യ വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് നാം കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലേക്ക് ചെല്ലുകയും അവര് പൗലോസിൽ നിന്ന് കേട്ട സുവിശേഷം നിമിത്തമായിട്ട് അവർ രക്ഷയിലേക്ക് വരികയും ചെയ്തു. പിന്നീടാണ് അപ്പൊല്ലോസ് അവിടെ വരുന്നതായിട്ട് നാം കാണുന്നത്. പൗലോസ് കൊരിന്തിൽ വിട്ടു പോകുമ്പോൾ, 19-ാം അധ്യായം നമുക്ക് നോക്കാം. 19-ന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, 19-ന്റെ 1, അവൻ എരിഹോവിലെത്തി. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 1. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 1. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി കണ്ടു. എന്ന് പറഞ്ഞാൽ പൗലോസ് ഈ കൊരിന്ത് വിട്ടു പോകുമ്പോൾ ആരവിടെ? അപ്പൊല്ലോസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പൊല്ലോസ് നാം തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊല്ലോസ് വാഗ്വൈഭവമുള്ളവനാണ്. തിരുവെഴുത്തുകളിൽ 18-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അലക്സാന്ദ്രിയക്കാരനായ വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പൊല്ലോസ്. ആ അപ്പൊല്ലോസ് ഇവിടെ ഈ കൊരിന്തിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായിട്ട്. അത് കണ്ടിട്ടാണ് പൗലോസ് പറയുന്നത്, ഞാനാണ് നട്ടത് ശരിയാ, അപ്പൊല്ലോസ് ആണ് നനച്ചത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പ്രാധാന്യമാർക്കാം ദൈവം മാത്രമേ വളരുമാറാക്കിയ ദൈവത്തിനാണ് ഇതിന്റെ എല്ലാം മഹത്വം എന്നുള്ളതാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. 7-ാം വാക്യത്തില്, ആകെ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഈ മനോഭാവമാണ് വാസ്തവത്തില് ഏത് ശുശ്രൂഷക്കാരന്റെയും. പൗലോസ് തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവം അയച്ച ശുശ്രൂഷക്കാരാണ്. കൊരിന്ത്യരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്തിലേക്ക് അവർ വരുവാനായിട്ട് ഞങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ട ശുശ്രൂഷകന്മാരാണ്. പൗലോസ് പറയുകയാണ്, ഞങ്ങളല്ല ഇതിന്റെ ഒന്നും കാരണം. ആര് നട്ടാലും ആര് നനച്ചാലും ദൈവം വളരുമാറാക്കിയില്ലെങ്കിൽ വളരുവാനായിട്ട് സാധ്യതയില്ല. നാം ഏത് കാര്യത്തിലും ഈ ചിന്ത നമുക്ക് മനസ്സിലുണ്ടാകും. ദൈവത്തെ കൂടാതെ ഒരു ആത്മീയ പ്രവർത്തനവും നമുക്ക് നടക്കുവാൻ സാധിക്കില്ല. ആത്മീയമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഭൗമികമായിട്ട് നാം എന്തെങ്കിലും ചെയ്യണമെങ്കിലും ദൈവം കൂടെ ഇല്ല എങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യമാണ്, ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കി. ഓരോ ശുശ്രൂഷ ഇവിടെയും നാം കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ദൈവം പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്തായിരുന്നു? നടുക എന്നുള്ള ശുശ്രൂഷയായിരുന്നു. ഇത് നനയ്ക്കാനുള്ള ശുശ്രൂഷ ആരെ ഏൽപ്പിച്ചത്? അപ്പൊല്ലോസിനെ ഏൽപ്പിച്ചത്. പൗലോസിന്റെ ശുശ്രൂഷകളുടെ കാര്യത്തിൽ, പൗലോസിന് തന്റെ ശുശ്രൂഷകളുടെ കാര്യത്തിൽ വ്യക്തമായിരിക്കുന്ന ധാരണയുണ്ടായിരുന്നു. നാം 1-ാം അധ്യായം തൊട്ട് അത് പഠിച്ചു വരികയാണ്. 1-ാം അധ്യായത്തില് പൗലോസ് പറയുന്നുണ്ട്, 17-ാമത്തെ വാക്യത്തില്, 1-17, നേരത്തെ ചിന്തിച്ച കാര്യമാണ്. അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, അവിടെ താൻ ആരെയൊക്കെയാണ് സ്നാനം കഴിപ്പിച്ചതെന്ന്. 14-ാം വാക്യത്തിൽ, ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ ഞാൻ ആരെയും സ്നാനം കഴിപ്പിച്ചിട്ടില്ല. 16-ാമത്തെ വാക്യത്തില് സ്തെഫനാസിന്റെ ഭവനക്കാർ, ഇവരൊക്കെ കൊരിന്ത്യയിലെ ആദ്യ വിശ്വാസികളാണ്. ഈ 2-3 കൂട്ടരെ അല്ലാതെ പൗലോസ് ആരെയും സ്നാനം കഴിപ്പിച്ചില്ല. സ്നാനം കഴിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, പൗലോസിന് അറിയാമായിരുന്നു തന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശുശ്രൂഷയാണ് എന്നുള്ളത്. തന്റെ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, തന്റെ ശുശ്രൂഷയെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ധാരണ പൗലോസിന് ഉണ്ടായിരുന്നു. ഇന്ന് നാം ദൈവത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നാം ഓർക്കേണ്ട, നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് എന്നെ എന്ത് ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്?
ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? കർത്താവിന് വേണ്ടിയിട്ട് പൗലോസ് ശുശ്രൂഷകൾ നാം പരിശോധിക്കുമ്പോൾ ഒരിടത്ത് പോലും താന് ഉയർന്നു നിൽക്കുവാനായിട്ട് പൗലോസ് ആഗ്രഹിച്ചില്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു മാത്രം തന്റെ പ്രസംഗങ്ങളിലും തന്റെ ജീവിതത്തിലും ഉയർന്നതായി കാണാനായിട്ടാണ് പൗലോസ് ആഗ്രഹിച്ചത്. നമ്മെ കുറിച്ച് നാം ചിന്തിക്കണം. നമ്മെ ദൈവം എന്ത് ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ആ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചിലതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട്, എന്നാൽ ചില രംഗങ്ങളിൽ, ചില ആവശ്യ രംഗങ്ങളിൽ മറ്റു ചില ശുശ്രൂഷകളും ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. പൗലോസ് അങ്ങനെ ചെയ്തു. പൗലോസിന്റെ ശുശ്രൂഷ വിശ്വാസത്തിലേക്ക് ഈ കൊരിന്ത്യർ വിശ്വാസികളെ കൊണ്ടുവരുന്നതായിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെടുത്തി. ആവശ്യ രംഗങ്ങളിൽ നമുക്കത് ചെയ്യാം. പക്ഷെങ്കിൽ നമുക്കൊക്കെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്. അതെന്താണെന്ന് നാം എല്ലാവരും, ഇന്നിട്ട് ഇരിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ? പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ ആയിരുന്നില്ല പൗലോസിനെ ഏൽപ്പിച്ചത്. അവർ തമ്മിൽ ശുശ്രൂഷകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ 20 പേരുണ്ടെങ്കിൽ 20 പേരുടെയും ശുശ്രൂഷകൾ ഒന്നായിരിക്കില്ല, പല ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ എനിക്കൊരു ശുശ്രൂഷയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ആ ശുശ്രൂഷ ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. ആ ശുശ്രൂഷ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് പൗലോസിന്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരുന്ന കാര്യം. എവിടെയും പൗലോസ് അതാണ് പറയുന്നത്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. 8-ാം വാക്യത്തില് നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തര് തന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി. ഈ ലോകത്തില് ദൈവത്തിന്റെ മഹത്വത്തിനായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം. എന്താ? നമുക്കും എന്തുണ്ട്? കൂലിയുണ്ട്. ഈ കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഈ കാര്യത്തിൽ പൗലോസ് പറയുന്നതായിരിക്കും. ഈ കാര്യത്തിൽ അതായത് ഓരോരുത്തരും തന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. കൂലി കിട്ടണമെങ്കിൽ വെറുതെ ഇരുന്നാൽ കിട്ടുമോ? വെറുതെ ഇരുന്ന് കൂലി നമുക്ക് ലോകത്തിൽ പോലും കിട്ടത്തില്ല. അധ്വാനിച്ചെങ്കിലും കൂലി കിട്ടത്തില്ല. പൗലോസ് പറയുകയാണ് ഓരോരുത്തര് എന്തിനൊത്തവണ്ണമാണ്? അധ്വാനത്തിനൊത്തവണ്ണം. കഴിഞ്ഞ നാളുകളിൽ രക്ഷിക്കപ്പെട്ടിട്ട് നാം എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അനേക വർഷങ്ങളായിട്ടുള്ള നാമൊക്കെ ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. നമ്മുടെ ജീവിതത്തില് കൂലിക്ക് യോഗ്യമായ നിലയിൽ, കൂലി ലഭിക്കുവാനായിട്ട് യോഗ്യമായ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ കാര്യത്തില് വിശ്വസ്തനായിരിക്കുന്ന ഒരു യജമാനനാണ്. താൻ ഒരിക്കലും കൂലി നൽകാതെ ഇരിക്കുകയില്ല. കൂലിയുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവനല്ല. ഒരു കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയില്ല. കൂലിയുടെ കാര്യത്തിലും ഓരോരുത്തരും അവനവന്റെ അധ്വാനത്തിനൊത്തവണ്ണം താൻ കൊടുക്കും എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം എന്നോട് ചേർത്ത് ഒരു ഉപമ, ഒരു വിഷയം മാത്രം, അനേക കാര്യങ്ങൾ നമുക്ക് ഇതിനോട് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഉപമ കർത്താവ് പറഞ്ഞു. മത്തായിയുടെ 24-ാം അധ്യായത്തില് അതിന്റെ 24-ാം അധ്യായം അതിന്റെ 45 വരെയുള്ള വാക്യങ്ങൾ. ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസന്മാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവരെ തനിക്കുള്ള സകലത്തിന്റെയും യജമാനൻ ആക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. കൂട്ടുദാസന്മാരെ അടുപ്പാനും കുടിയാന്മാരോട് കൂടി പിന്തുകുടിപ്പാനും തുടങ്ങിയ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. ഇത് വിശദീകരിക്കുവാനായിട്ട് ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണ്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങള് വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ വേണം നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് വീണ്ടും മടങ്ങി വരാം. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരാം. 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ,
നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? പൗലോസ് പറയുകയാണ് ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെതാണ് ഈ കൃഷി. അതേസമയം തന്നെ ഇവിടെ വേല ചെയ്യുവാൻ കൂട്ടുവേലക്കാരനായിട്ടാണ് ദൈവത്തെ കുറിച്ച് തന്നെ പറയുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. ഇതാരുടെ ഇവിടെ സഭയെ കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. സഭ അത് ആരുടേതാണ്? സഭ പൗലോസിന്റേതും അല്ല, അപ്പല്ലോസിന്റേതുമല്ല. പിന്നെ ആരുടെയാണ്? സഭ ദൈവത്തിന്റെയാണ്, കർത്താവിന്റെയാണ്. അതാണ് എഴുത്തില് പത്രോസിനോട് കർത്താവ് പറയുമ്പോൾ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി, കർത്താവിന്റെ സഭ ആണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. കർത്താവിന്റെ സഭയാണ്. അതുകൊണ്ടാണ് അതിനോട് ചേർത്താണ് നാം തുടർന്നുള്ള വാക്യങ്ങളിൽ നാം ചിന്തിക്കേണ്ടത്. 10-ാം വാക്യം, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. പൗലോസ് തന്നെക്കുറിച്ച് പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. പൗലോസ് പറയുമ്പോൾ പൗലോസ് വളരെ അധ്വാനിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ പൗലോസ് പറയുന്നത് താന് അതിലൊന്നും വീഴാനായിട്ട് തനിക്കില്ല. പിന്നെയോ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ആരെങ്കിലും പറയുന്നറിയാം? കൊരിന്തിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സഭയുടെ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് പൗലോസാണ്. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം. എനിക്ക് യാതൊന്നും തന്നെ സ്വയമായിട്ട് അഭിമാനിക്കുവാനായിട്ടില്ല. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം. ഏത് ശുശ്രൂഷയുടെ മുൻപിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം. പൗലോസ് പറയുകയാണ് എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയെ അടിസ്ഥാനമിട്ടിരിക്കും. നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടേതായിരിക്കുന്ന നിലയിൽ ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയാകരുത്. പൗലോസ് പറയുന്നത് എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം എന്ന് പറയുന്നത് 15-ാം അധ്യായത്തില് ഒരു വാക്യം പൗലോസ് പറയുന്നത് 15-ന്റെ 10-ാമത്തെ വാക്യം. ഒന്ന് പറയുന്നത് 15-ന്റെ 10-ാമത്തെ വാക്യം, 15-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒന്ന് പോലത്തെ തന്നെ എന്നോടുള്ള അവരുടെ കൃപ വ്യക്തമായിരുന്നില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. പൗലോസിന്റെ എത്രയോ വിനയത്തോടെയാണ്. അത്രമാത്രം നമുക്ക് ഇതുപോലെ വേറൊരാളിനെ ലോക ചരിത്രത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കില്ല, ക്രൈസ്തവ ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇത്രമാത്രം അധ്വാനിക്കുകയും കർത്താവിന് വേണ്ടിയിട്ട് എരിഞ്ഞടങ്ങുകയും ചെയ്തതായിരിക്കുന്ന ഒരു ജീവിതമാണ് പൗലോസിന്റെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ വളരെ അധ്വാനിച്ചിരിക്കുന്നു, ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ആ കൃപയിൽ ആശ്രയിച്ചത് കൊണ്ടാണ് പൗലോസിന് ഇത്രമാത്രം അധ്വാനിക്കാനായിട്ട് സാധിക്കുന്നത്. 10-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്ന് പറഞ്ഞാൽ എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതെന്ന് പറഞ്ഞാൽ എന്നോട് എനിക്ക് വേണ്ടി ലഭിച്ചതായിരിക്കുന്ന ആ ദൈവകൃപ അതെല്ലാ നിലയിലും പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം പൗലോസിന് സാധിച്ചു എന്നുള്ളതാണ് നാം തിരുവചനം പഠിക്കുമ്പോൾ, പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ, പ്രവൃത്തി നാം മനസ്സിലാക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതില്ല, അവരെല്ലാവരെക്കാളും ഞാൻ അത്യാധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാത്ര. വീണ്ടും നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. 10-ാം വാക്യം, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും പൗലോസ് പറയുകയാണ്. കൊരിന്ത്യയിൽ ഇപ്പം വേറെ പലരും കാണും പണിയാനായിട്ട്. ഈ താൻ അടിസ്ഥാനമിട്ടതായിരിക്കുന്ന പണി തുടരുവാനായിട്ട് പലരും കാണും. പക്ഷേ പൗലോസ് പറയുകയാണ് ഓരോരുത്തൻ ഞാനുള്ള പ്രധാന ശില്പിയെ അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും പണി എങ്ങനെയാണെന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിച്ചു വേണം ഈ പണി ചെയ്യാനായിട്ട്. താൻ എങ്ങനെ പണിയുന്നു, പിന്നീട് തുടർന്നുള്ള വാക്യങ്ങളിലാണ് എങ്ങനെയാണ് ഈ പണി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. 11-ാമത്തെ വാക്യം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. 12-ാമത്തെ വാക്യം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അവിടെ ആ യേശുക്രിസ്തു എന്ന താൻ എങ്ങനെ പണിയുന്നു ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ നാം തൊട്ടു മുമ്പ് കണ്ടു, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഇവിടെ പണിയുമ്പോൾ ശ്രദ്ധിച്ചു വേണം പണിയുവാനായിട്ട്. ഈ പണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? ഒരു സഭയിലെ എല്ലാ വിശ്വാസികളും സഭയുടെ പണിയിൽ ഇടപെടേണ്ടുന്നവരാണ്. എന്ന് പറയുന്നത് ആർക്കും നോക്കി നിൽക്കുവാൻ തക്കവണ്ണം സാധ്യത. ഒരു സഭയിൽ 50 വിശ്വാസികൾ ഉണ്ടെങ്കിൽ ഈ 50 വിശ്വാസികൾക്കും ആ സഭയെ കുറിച്ച്, സഭയുടെ പണിയുടെ കാര്യത്തിൽ, സഭയുടെ പണി എന്ന് പറയുന്ന ഉദ്ദേശം സഭയുടെ ആത്മീയ വളർച്ചയുടെ, ആ സഭയുടെ പുതിയ വിശ്വാസികൾ വരുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ പങ്കാളിത്തം ആ സഭയിലെ സുവിശേഷകൻ മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ ആ സഭയിലെ മൂപ്പന് മാത്രമുള്ളതല്ല. പിന്നെയോ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ആ സഭയുടെ കെട്ടുപണിയിൽ അതിനകത്ത് പങ്കുണ്ട്. ആരെങ്കിലും വെറുതെ നോക്കി നിൽക്കുവാൻ തക്കവണ്ണം ആ സഭയിൽ ഉണ്ടായിരിക്കുവാനായിട്ട് പാടില്ല. സഭയിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ് സഭയുടെ പണി എന്നുള്ളത്. പ്രധാന ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സുവിശേഷകന്മാർക്കോ അല്ലെങ്കിൽ മൂപ്പന്മാർക്കോ നേതൃത്വം കൊടുക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ പോലും സഭയിലുള്ള വിശ്വാസികളുടെ എല്ലാം ചുമതലയാണ് സഭയുടെ പണി മുൻപോട്ട്. ഇന്ന് അനേക സഭകളുടെയും പണി നിന്നിരിക്കുക. പുതുതായ വിശ്വാസികളില്ല, ആത്മീയ വളർച്ചയില്ല, ഉണ്ടായിരുന്നത് ക്ഷീണിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചുമതലയും ഉത്തരവാദിത്വവും സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ സഭയില് ആരെങ്കിലും നോക്കുകാരായിട്ട്, അല്ലെങ്കിൽ കേവലം നോക്കി നിൽക്കുവാനായിട്ട്, മെനക്കെട്ട് നിൽക്കുവാനായിട്ട് യാതൊരു ഉത്തരവാദിത്വമില്ലാത്തവരായിട്ട് ഇല്ല എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇവിടെ സഭയുടെ പണിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എങ്ങനെ നാം പണിയണം? നമ്മൾ വായിച്ചല്ലോ, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഒന്ന്, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. ഏതടിസ്ഥാനത്തിന്മേൽ ആ സഭ പണിയേണ്ടത്? സഭ പണിയേണ്ടത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ്. പുതിയ വിശ്വാസികൾ വരുമ്പോൾ പ്രത്യേകമായിട്ട് നാം ഓർക്കണം, ആ വിശ്വാസികൾ വരുന്നത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടവരായിട്ടായിരിക്കണം. അത് തന്നെ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു തന്നെ ഇന്ന് പലതരത്തിലാണ് ലോകത്തിൽ അവതരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൗഖ്യദായകനായിരിക്കുന്ന യേശു ഇന്ന് ലോകത്തിലെ പ്രധാനമായിട്ട് സഭകൾ നാം ബാഹ്യമായി കാണുമ്പോൾ വളരുന്നുവെന്ന് തോന്നുന്ന അനേക സഭകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സൗഖ്യദായകനായിരിക്കുന്ന ക്രിസ്തു, അത്ഭുതം പ്രവർത്തിക്കുന്നവനായിരിക്കുന്ന ക്രിസ്തു. പൗലോസിന്റെ പ്രസംഗം എന്തായിരുന്നു? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. പൗലോസിന്റെ പ്രസംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിച്ചത് എപ്പോഴും നാം കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചത്, 2-ാം അധ്യായത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് അവരുടെ ഇടയിൽ ഇരുന്നു. പൗലോസിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ തൊട്ടുമുള്ള അധ്യായത്തിൽ നാം വായിക്കുകയുണ്ടായി. 24-ാമത്തെ വാക്യത്തിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ആ വിഷയമാണ് പൗലോസിന്റെ പ്രസംഗവും തന്റെ എല്ലാ ചിന്തകളുടെയും അടിസ്ഥാനമായിട്ട്. എപ്പോഴെങ്കിലും സൗഖ്യദായകനായ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പ്രസംഗിച്ചതായിട്ട് കാണുന്നുണ്ടോ? എവിടെയെങ്കിലും? എങ്ങും ഇല്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് ഒരിക്കലും പ്രസംഗിച്ചില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അതായിരുന്നു പൗലോസിന്റെ പ്രസംഗത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന്, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു, അതാണ് പൗലോസിന്റെ പ്രസംഗവും സഭയുടെ അടിസ്ഥാനവും എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഇതിന്റെ പണി എന്തൊക്കെ സാധനം കൊണ്ട് പണിയാനായിട്ട് സാധിക്കും? 11-ാമത്തെ വാക്യം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവരുടെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഈ വിഷയങ്ങളൊക്കെ നാം പലപ്പോഴും വിഷയങ്ങളാണ്. പലപ്പോഴും നമ്മുടെ യോഗങ്ങളിലൊക്കെ പദസ്പൃഷ്ടയോട് ബന്ധത്തിലൊക്കെ നാം ചുറ്റിട്ടുള്ള വിഷയങ്ങളാണ്. സഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ ഇവിടെ നാം കാണുമ്പോൾ 6 കൂട്ടം സാധനങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പൊന്ന്, വെള്ളി എന്ന് പറഞ്ഞാൽ വില കൂടിയ വസ്തു തൊട്ട് താഴോട്ടാ പറഞ്ഞേക്കുന്നത്, അല്ലെ? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ വരുന്നത്? മരം, പുല്ല്, വൈക്കോൽ.
പൊന്ന് ഒരു ഭാഗത്ത് ഏറ്റവും അറ്റത്ത് വൈക്കോലും കിടക്കുകയാണ്. ഈ ലാസ്റ്റ് പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും അല്ലെ. നമ്മുടെ വീടിന്റെ പുറകിൽ കാണും. അപ്പൊ മരവും പുല്ലും വൈക്കോലും ഒക്കെ പണിയാൻ വളരെ എളുപ്പമാണ്. എങ്ങും അന്വേഷിച്ച് പോകണ്ട, അടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷെങ്കില് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും വേണമെങ്കിൽ അതിന് അല്പം ശ്രമമുണ്ട്. അതിന് വില കൊടുത്തേ മതിയാകും. വില തീരാതെ, വില കൊടുക്കാതെയുള്ള പണികൾ അത് ദൈവം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. ആ പണികൾ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കണം. പൗലോസൊക്കെ പ്രവർത്തിച്ച് നാം നോക്കിയാൽ വളരെ വില കൊടുത്താണ് അവർ പണിഞ്ഞത്. പൗലോസിന്റെ ജീവിതത്തിൽ നാം നോക്കിയാൽ തനിക്ക് കൊടുക്കാവുന്നതെല്ലാം കൊടുത്ത്, തന്റെ ജീവൻ പോലും കൊടുത്താണ് പൗലോസ് പണിഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വാക്യങ്ങളിലും നമുക്ക് ആ കാര്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:14. അപ്പോസ്തലപ്രവൃത്തി 20:14 ആ 14. അവൻ അസ്വസ്ഥൻ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി നികുതിയിലെത്തി അവിടെ നിന്ന് നീക്കി പിറ്റന്നാൾ 20:14 എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയിൽ നയിക്കണം. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് കൊടുത്ത വില എന്ന് പറയുന്നത് ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, സഭകൾ പലതും രൂപീകരിക്കപ്പെട്ടപ്പോൾ പൗലോസ് അതിന് കൊടുത്ത വില എന്ന് പറയുന്നത് തന്റെ പ്രാണനേക്കാളും വലിയ വിലയാണ്. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഇത് ആർക്ക് സാധിക്കും? ഇന്ന് ഈ കാലത്ത് നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അങ്ങനെ വില കൊടുക്കുന്നതായിരിക്കുന്ന ആളുകൾ. നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തില് ഒരു കാലത്ത് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം എന്ത് വിലയാണ് സുവിശേഷത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? കർത്താവിന് വേണ്ടിയിട്ട് നാം എന്ത് വിലയാണ് കൊടുക്കുന്നത്? നാം പണിയുന്നതൊക്കെ പലപ്പോഴും വൈക്കോൽ കൊണ്ടാണ്. മറ്റുള്ളവർ കാണേണ്ടത് വൈക്കോല് കുറെ കൂട്ടി വെച്ചാൽ വൈക്കോൽ കൊണ്ട് പണിതാൽ കാണാൻ ഒത്തിരി കാണും. വിലയില്ലാത്ത വസ്തുക്കളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കൂട്ടി വെക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് പണിതത് അങ്ങനെയായിരുന്നില്ല. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എന്നത് ഒരു വാക്കുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:17 വാക്യം. ഫിലിപ്പിയ ലേഖനം 2:17. ഫിലിപ്പിനോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നതായിരിക്കുന്ന വാക്കുകളാണ്. ഫിലിപ്പിയ ലേഖനം 2:17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. പൗലോസ് വില കൊടുത്തോ? പൗലോസ് കൊടുത്ത വില എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം, വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഇതെങ്ങനെ പറയാനായിട്ട് സാധിക്കും? യേശുവിനോടുള്ള ആ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ മാത്രമേ ഒരു വ്യക്തി ഇങ്ങനെ പറയാനായിട്ട് സാധിക്കൂ. തന്റെ പ്രാണനെ വിലയേറിയതായി താൻ എണ്ണുന്നില്ല എന്ന വായിച്ച അപ്പോസ്തലൻ ഇവിടെ പൗലോസ് പറയുകയാണ്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന ഫിലിപ്പിയ സഭയിലുള്ള വിശ്വാസങ്ങളോടാണ് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. വില കൊടുത്ത് ഈ പണി നടത്തുവാൻ തക്കവണ്ണം പൗലോസിന് സാധിച്ചു. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ഈ വസ്തുക്കളില് വിലയേറിയതിനെ കണ്ട് വില കൊടുത്ത് പണിയുവാൻ തക്കവണ്ണം പൗലോസിന് സാധിച്ചു. അത് തന്നെയാണ് പൗലോസ് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. 13-ാമത്തെ വാക്യം 3:13. ആ ദിവസം അതിനെ തെളിവാക്കും. ഏത് ദിവസമാണ് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഏതാ ദിവസം. കർത്താവ് വരുന്ന ദിവസം, കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുന്ന ദിവസം, അതാണ് ആ ദിവസം എന്ന് പറയുന്നത്. ആ ദിവസം അതിനെ തെളിവാണ്. ഈ ലോകത്തില് ഇന്ന് നാം നോക്കുമ്പോൾ കാണപ്പെടുന്ന നിലയിൽ വൈക്കോൽ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരുപാട് പണികൾ കാണാനായിട്ട് സാധിക്കും. പക്ഷെങ്കില് ഇതെല്ലാം തെളിയുന്നതായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആ ദിവസം അതിനെ തെളിവാക്കും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന തീ തന്നെ ശോധന ചെയ്യും. 14-ാമത്തെ വാക്യം. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം. പ്രതിഫലത്തിന്റെ അടിസ്ഥാനം എന്താ?
പ്രവൃത്തി നിലനിൽക്കുന്ന പ്രവൃത്തിയായിരിക്കും. മനുഷ്യന്റെ മുമ്പിൽ കാണത്തക്ക നിലയിൽ നാം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികൾ, നമ്മുടേതായിരിക്കുന്ന മഹത്വത്തിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികൾ, ദൈവത്തിന് യാതൊരുമായിരിക്കുന്ന മഹത്വവും കൊടുക്കാതെ, ഒരു വിലയും കൊടുക്കാതെ, സ്വന്തം താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട്, സ്വന്തം ജഡത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാനായിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായി കാണിക്കുവാനായിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം ഒരു ദിവസം വെളിപ്പെട്ടു. ഏതാണ് അവിടെ വായിച്ചത്? ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. 11-ാമത്തെ വാക്യത്തിൽ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ നമ്മുടെ സ്ത്രീ എന്തായിരിക്കുമെന്ന് മുമ്പ് വായിച്ചു. ഓരോരുത്തന് അവനവന്റെ അധ്വാനത്തിന് തക്കവണ്ണം അവന് കൂലി. ഇവിടെ നാം വായിക്കുന്നു, ഒരുത്തന്റെ പണി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ എന്ത് കിട്ടും? അവന് രക്ഷിക്കപ്പെട്ടു വിടുകയില്ല എന്നാണ് പറഞ്ഞത്. രക്ഷയുടെ ഭദ്രത നമുക്ക് അവിടേക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നു പോകുന്നതല്ല. പക്ഷെങ്കിൽ അവിടെ വായിക്കുന്നത് താങ്കൾ രക്ഷിക്കപ്പെടും എന്ന തീർപ്പൂടെ കർത്താവിന്റെ മുൻപില്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മുടെ കണക്കുകളെ ചോദിക്കുമ്പോൾ, കണക്കുകളെ ചോദിച്ച് കർത്താവ് പ്രതിഫലം തരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെ കയ്യിൽ എന്ത് കാണും എന്നുള്ളത് നാം അധ്വാനിച്ചതിന് കൂലി നൽകുവാനായിട്ട് അവൻ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ നാം അധ്വാനിച്ചതിന്റെ കണക്ക് നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ എന്തെങ്കിലും കർത്താവിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിച്ചതുപോലെ നിലനിൽക്കുന്നതായിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഇല്ലെങ്കിൽ ആണ് വായിക്കുന്നത്. 15-ാമത്തെ വാക്യത്തില് ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവൻ എന്ത് വരും? ഛേദം വരും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നാം വായിക്കുമ്പോൾ നഷ്ടം വരും എന്നാണ് പറയുന്നത്. 15-ാമത്തെ വാക്യത്തില് if any man's work shall be burned, he shall suffer loss. നഷ്ടമാണ് അവനുണ്ടാകുന്നത്, യാതൊരുവിധമായിരിക്കുന്ന ലാഭവും കേവലം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന കാര്യമല്ലാതെ. ഇവിടെ നാം വായിച്ചല്ലോ, കാരണം രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്ന പോലെ. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു നോക്കുക, എന്ത് കർത്താവ് വരുന്നത് വിചാരിക്കും, നാം നിത്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. കർത്താവ് വന്നില്ല, ഒരുപക്ഷെ നമ്മുടെ മരണമായിരിക്കാം സംഭവിക്കുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ജീവിതത്തിന്റെ നാളുകൾ അവസാനിച്ചു എന്ന് വിചാരിക്കുക. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ ഒരു പാട്ടുണ്ടല്ലോ, വെറും കൈയായിട്ട് നിൽക്കുവാനായിട്ട്. കർത്താവിന് ആഗ്രഹമുണ്ട് നമ്മുടെ അധ്വാനത്തിനകത്ത് കൂലി നൽകുവാനായിട്ട്. നിലനിൽക്കുന്ന പ്രവൃത്തി ഉണ്ടെങ്കിൽ പ്രതിഫലം നൽകുവാനായിട്ട് അവന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിലനിൽക്കുന്നത്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ കൊണ്ട് പണിഞ്ഞ ഏതെങ്കിലും പ്രവൃത്തികൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്കുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കണം. നാം രക്ഷിക്കപ്പെട്ടിട്ട് ചില വർഷങ്ങളൊക്കെ ആയി കാണും. പക്ഷെങ്കിൽ കർത്താവ് വരുവാൻ താമസിക്കുന്നതോട് പിന്നെയും നമ്മുടെ ആയുസ്സിന് മുൻപോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മെ ഈ ഭൂമിയിൽ പിന്നെയും കർത്താവ് വെച്ചേക്കുവാനും തക്കവണ്ണം ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം പിന്നെയും മുൻപോട്ട് പോവുകയാണ്. എത്ര നാൾ പോകുന്നു നമുക്ക് അറിയില്ല. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്. വെറും കൈയോടുകൂടെ യാതൊരുമായിരിക്കുന്ന പ്രതിഫലവും യാതൊരുമായിരിക്കുന്ന കൂലിയും ലഭിക്കാത്തവരായിട്ട് നാം അവിടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഛേദമാണുള്ളത്, നമുക്ക് നഷ്ടമാണുള്ളത്. ആ നഷ്ടം പിന്നീട് ഒരിക്കലും നികത്തുവാനായിട്ടുള്ള അവസരം ഉണ്ടാകുകയില്ല എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ട് നിലനിൽക്കുന്ന ചില പ്രവൃത്തികൾ വില കൊടുത്ത് നേടുവാൻ തക്കവണ്ണം പൗലോസിനെ പോലെ അത്രത്തോളം പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇതൊന്നും ഒരിക്കൽ സംഭവിക്കുന്നില്ല. ഇവിടെ സബ്രിസിലെ സഭയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ദൂത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മരണപര്യന്തം വിശ്വസ്തരായി. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും അല്പം കൂടെ കർത്താവിനോട് അടുക്കുവാൻ, ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് വരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം കൊരിന്ത്യ വിശ്വാസികളെ പോലെ ജനിച്ചപ്പോഴത്തെ പോലെയാണ് ഇപ്പോഴുമെങ്കിൽ നമ്മുടെ ജീവിതം അത് ഛേദമാണ്, നഷ്ടമാണ്. അങ്ങനെ ആവാദിക്കട്ടെ. വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താൻ രക്ഷിക്കപ്പെടും എന്ന തീയിൽ കൂടെ എന്ന 14-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നത് എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്? വീണ്ടും കൊരിന്ത്യ സഭയെയാണ് ഉദ്ദേശിക്കുന്നത്. നാം 6-ാം അധ്യായത്തില് അത് വ്യക്തികളോടുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ
1 Corinthians 6:19 ദൈവത്തിന് ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഇവ കർത്താവിലേക്കുള്ളവരല്ല. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ കുറിച്ചാണ്. നിങ്ങൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറയുന്നില്ലയോ? അങ്ങനെയുള്ള വിശ്വാസികൾ ഒന്നിച്ചുകൂടി വരുന്ന സഭയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ല. ദൈവസഭയില് ദൈവാത്മാവിന്റെ അധിവാസം നമ്മുടെ സഭകൾക്കൊക്കെ വന്നിരിക്കുന്ന ഒരു വലിയ കുറവ് എന്ന് പറയുന്നത് ആത്മാവിന് വിധേയപ്പെടുവാൻ തക്കവണ്ണം താല്പര്യമുള്ളതായിരിക്കുന്ന ഹൃദയപൂർവ്വം കർത്താവിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആത്മാവിന് വിധേയപ്പെടുന്നതായിരിക്കുന്ന വിശ്വാസികൾ സഭയിൽ ഇല്ലാതെ വരുമ്പോൾ സഭയിലെ ജഡീകത്വം വളരുവാനായിട്ടിടയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്. കൊരിന്ത്യർ സഭയോടാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? 17-ാമത്തെ വാക്യം എന്താ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നത് എന്താ? പിന്നെയും കൊരിന്ത്യർ സഭയോട് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും സഭയെ നശിപ്പിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളിൽ നശിപ്പിക്കും. ഇക്കാര്യം വളരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു സഭയുടെ ആത്മീയ അഭിവൃദ്ധിയിൽ പങ്കാളികളാകാതെ ഒരു സഭ നശിപ്പിക്കണമെങ്കിൽ നാം വെറുതെ ഇരുന്നാലും മതി, അല്ലേ? നാം എല്ലാവരും അത് വെറുതെ ഇരിക്കുക. ഒരു സഭ നശിപ്പിക്കണമെങ്കിൽ നമ്മുടെ അനേക സഭകള് ഇന്ന് ആത്മീയ അധപതനത്തിലേക്ക് പോകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർ ചെയ്തതിനേക്കാൾ കൂടുതൽ ഒന്നും ചെയ്യാതെ ഇരുന്നത് കൊണ്ടാണ്. വെറും കാഴ്ചക്കാരായിട്ട് വിശ്വാസികൾ സഭകളിൽ ആയിരിക്കുമ്പോൾ അവർ ആ സഭയെ നശിപ്പിക്കുകയാണ്. സാക്ഷ്യമില്ലാത്ത ജീവിതം സഭയെ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ആത്മീയമായി യാതൊരു വിധത്തിലും പങ്കാളികളാകാതെ ഇന്നത്തെ നിലയ്ക്ക് നാം പറഞ്ഞാൽ കേവലം ഞായറാഴ്ചകളിൽ വന്ന് കർത്തൃമേശയിൽ പങ്കാളികളായി തിരിച്ചു പോകുന്ന അനുഭവം അവരുടെ സഭയെ നശിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ഓർക്കേണ്ട ഒരു കാര്യം, എന്നെയും നിങ്ങളെയും ഈ കർത്താവ് സഭയിലേക്ക് വില കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സഭ ഇവിടെ കെട്ടുപണിക്കായിട്ടാണ്. സഭയുടെ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് നിന്ന് ഈ സഭ വളർത്തുവാനായിട്ടാണ്. ഈ ചിന്ത നമുക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ബ്രദറൻ സഭകള് നമുക്കറിയാമല്ലോ, ഇന്ന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും താഴോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എല്ലാ നിഗമനങ്ങളും ശരിയാകണമെന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, വില കൊടുക്കുവാൻ തക്കവണ്ണം ആരുമില്ല. സഭയ്ക്ക് വേണ്ടിയിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കേവലം മൂപ്പന്മാരുടെ മണ്ണിൽ മാത്രം അത് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ സുവിശേഷന്മാരുടെ ചുമതല മാത്രമായി കണക്കാക്കിക്കൊണ്ട് വിശ്വാസികൾ കേവലം യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ല. സഭകളിൽ പലയിടത്തും നേതൃസ്ഥാനത്തുള്ളവരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്നാൽ അതേസമയം തന്നെ അനേക സഭകളിലും വിശ്വാസികൾക്ക് യാതൊരു റോളുമില്ലാതെ കേവലം ഞായറാഴ്ചകളിൽ വന്ന് കർത്തൃമേശയിൽ പങ്കാളികളായി പോകുന്നത് കൊണ്ട് സഭകൾ നശിക്കുവാനായിട്ടിടയായിട്ട് ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ സഭയിൽ 100 വർഷം കഴിഞ്ഞ് സഭ ഉണ്ടാകും. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമായി ഞാനിപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്കിത് ആഘോഷിക്കണമെന്ന് പറഞ്ഞ ചില ആൾക്കാർ ഒക്കെ ചർച്ചയുണ്ട്. നമുക്ക് എന്താ ആഘോഷിക്കാൻ? 100 വർഷമായിട്ട് 100 വിശ്വാസികൾ ഉണ്ടെങ്കിൽ പോട്ടെ, 50 വിശ്വാസികൾ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ. ഇതില്ലാത്തത്തോളം കാരണം നമുക്കിതിനകത്ത് യാതൊന്നും വീഴുവാനായിട്ടില്ല. ദൈവസന്നിധിയിൽ നാം കണക്ക് ബോധിപ്പിക്കപ്പെടുന്നു. വർഷങ്ങളുടെ കണക്കിലല്ല, സഭാകളുടെ വലുപ്പത്തിലല്ല, സഭാകളിലുള്ള സൗകര്യങ്ങളുടെ വലുപ്പത്തിലല്ല. പിന്നെയോ വിശ്വാസികൾ, ആത്മീയരായ വിശ്വാസികൾ സഭയിലുണ്ടാകും. സഭയെ കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള വിശ്വാസികൾ, സഭയുടെ കെട്ടുപണിക്കായിട്ട് ചിലവാക്കുന്നവർ, ചിലവായി പോകുന്ന പൗലോസിന്റെ വാക്യം അങ്ങനെ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ചിലവായി പോവുകയും ചിലവാകുകയും ചെയ്യും. ഈ അവസ്ഥ സഭകളില്ലാത്തത്തോളം കാലം ഒരു സഭയും പുരോഗമിക്കുകയില്ല. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾ വെറുതെയാണ് സഭയിലിരിക്കുന്നത്, യാതൊരു ഉത്തരവാദിത്വ ബോധമില്ലാതെ ഞാൻ സഭയിലിരിക്കുന്നതെങ്കിൽ ഞാൻ സഭയെ നശിപ്പിക്കുന്നതെന്നാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരും തന്നെത്താൻ കണ്ടിക്കരുത്. കാരണം ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടത് പോഷനായി തീരട്ടെ. പൗലോസ്
ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, കുരിന്തിലുള്ളതായിരിക്കുന്ന അനേകരും ജ്ഞാനികളായിരിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെങ്കിൽ ഒന്നാം അധ്യായത്തിൽ നാം കണ്ടല്ലോ, ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി എന്ന് നാം കാണുന്നുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെട്ടു നമുക്കോ ദൈവശക്തിയുമാണ്. ഇവിടെ പൗലോസ് പറയുന്നത്, ആരും തന്നെത്താൻ വഞ്ചിക്കുന്നു, ആർക്കും തങ്ങൾ ജ്ഞാനിയായിട്ട് തോന്നരുത്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമല്ല. ഈ വിഷയങ്ങളൊക്കെ നാം നേരത്തെ ചിന്തിച്ച വാക്യങ്ങളാണ്, ചിന്തിച്ച കാര്യങ്ങളാണ്. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നും അറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. 21-ാമത്തെ വാക്യം, ആകിയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലതും നിങ്ങൾക്കുള്ളതല്ലോ. 22 വാക്യങ്ങൾ ആർക്കും ഒന്നിച്ചൊന്ന് വായിക്കാം. 22-23 വാക്യങ്ങൾ, 21, 22, 23. പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. നോക്കുക, ഇവിടെ പൗലോസ് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ അധ്യായങ്ങളിലൊക്കെ പൗലോസിന്റെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യരിൽ ആരും പ്രശംസിക്കാനായിട്ട് പാടില്ല. അപ്പൊല്ലോസിലോ പൗലോസിലോ ആരും പ്രശംസിക്കുവാനായിട്ട് പാടില്ല. എല്ലാവരും കർത്താവിൽ പ്രശംസിക്കണം. പക്ഷക്കാരുണ്ടാകുവാനായിട്ട് പാടില്ല. എല്ലാവരുടെയും ലക്ഷ്യവും നോട്ടവും എല്ലാം ക്രിസ്തുവിങ്കലായിരിക്കണം. ആ ഉദ്ദേശത്തിലാണ് പൗലോസ് ഈ വാക്കിൽ എഴുതുന്നത്. ആകെ ആരും മനുഷ്യർ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളത്. 1-ാം അധ്യായം അവസാനിക്കുമ്പോഴും പൗലോസ് പറഞ്ഞു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. 1-ാമത്തെ വാക്യം, ആരും ഇവിടെ പറയുമ്പോൾ ആകെ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. നിങ്ങളുടെ പക്ഷക്കാര് പലരുണ്ട്. പൗലോസിന്റെ നേതൃത്വം, അപ്പൊല്ലോസിന്റെ നേതൃത്വം, കേഫാവിന്റെ നേതൃത്വം ഒക്കെ ഉണ്ട്. പക്ഷെ ഈ മനുഷ്യരിൽ ഒന്നുമല്ല നിങ്ങൾക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലതും നിങ്ങൾക്കുള്ളത്. ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട് അടുത്ത വാക്യം എന്തോ, നിങ്ങളോ പൗലോസിനെയും അപ്പൊല്ലോസിനെയും കേഫാവിനെയും ഈ ലോകത്തെയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ആർക്കുള്ളവരാണ്? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് കൊടുക്കേണ്ടതായിരിക്കുന്നു. നാം ക്രിസ്തുവിനുള്ളവരാണോ എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ മുൻപിൽ, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ യാതൊന്നും വരാതെ ഇരിക്കുന്നുവെങ്കിൽ എത്രയോ അനുഗ്രഹമായിട്ട് നമുക്ക് ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലതും ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. നിങ്ങളോ ക്രിസ്തു. ഈ അധ്യായം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. നാം ഈ അധ്യായത്തിൽ പഠിച്ച കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് സഭയിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കി. പൗലോസിന്റെ ശുശ്രൂഷ ആയിരുന്നില്ല അപ്പൊല്ലോസിന്റെ ശുശ്രൂഷ. അതിന്റെ ഒരു ചുരുക്കം പറയുകയാണ്. പൗലോസിന്റെ ശുശ്രൂഷ ആയിരുന്നില്ല അപ്പൊല്ലോസിന്റെ ശുശ്രൂഷ. നാം ഓരോരുത്തരും നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളവരായിരിക്കുകയും ആ ശുശ്രൂഷകൾക്ക് അനുസരിച്ച് കർത്താവിന് വേണ്ടിയിട്ട് അധ്വാനിക്കുവാൻ, വില കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും നടുന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല, വളരുമാറാക്കിയ ദൈവം സകലത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് സാധിക്കേണ്ടതാണ്. പിന്നീട് നാം കണ്ടത്, വില കൊടുത്ത് വേണം ഈ പണി ചെയ്യുവാനായിട്ട്. വിലയില്ലാത്ത വസ്തുക്കളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അതിന് മുമ്പാകെ വില കൊടുത്ത് പണി ചെയ്യുവാൻ പൗലോസിനെ പോലെ, സ്തെഫാനോസിനെ പോലെ അനേക രക്തസാക്ഷികൾ അവരുടെ ജീവൻ കൊടുത്താണ് ഈ സഭ വളർന്നത്. ഇന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞ് നാമൊക്കെ വിശ്വാസികളായിട്ട് നെടുചുണ്ടിരിക്കുമ്പോൾ ഇതിന് വില കൊടുത്ത അനേക ഭക്തന്മാരുണ്ട്. നമ്മൾ ഓർക്കണം, നമുക്കൊരു ഭാഗമുണ്ട്, നമുക്കൊരു പങ്കാളിത്തമുണ്ട് ഇതിനകത്ത്. അത് നാം മറക്കുവാനായിട്ട് പാടില്ല. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകും. കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ വില കൊടുത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടത് ആവശ്യം. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. നാം കേവലം കാഴ്ചക്കാരല്ല. ആ ചിന്ത 50 വിശ്വാസികൾ സഭയിലുണ്ടെങ്കിൽ 50 പേരും ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് പണിയുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സഭ വളരുവാൻ തക്കവണ്ണം സാധിക്കും. മാത്രമല്ല, നമ്മുടെ ശ്രമങ്ങൾക്ക്, നമ്മുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ദൈവം നൽകും എന്നുള്ള കാര്യം നാം മറക്കാറുണ്ട്. ദൈവസഭ നശിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. നാം വെറുതെ ഇരുന്ന് കൊടുത്താൽ, നമ്മുടെ സാക്ഷ്യമില്ലാത്ത ജീവിതം നമുക്കുണ്ടായാൽ സഭ നശിക്കുവാനായിട്ട് നാളെ ഒരു സമയം നാം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ സഭയുടെ അധപതനത്തിന്
ഞാൻ കാരണമായെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടവനായിട്ട്, ഞാൻ വെറുതെ ഇരുന്നത് കൊണ്ട്, ഞാൻ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്തവനായിട്ട് സഭയിൽ ഇരുന്നിട്ട് ഈ സഭ കാണുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് മുമ്പാകെ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ് എന്നത് നാം ഓർത്തിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് നാം ചിന്തിച്ചത് നാം ക്രിസ്തുവിനുള്ളതാണ്. ആ ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും ഭരിക്കണം. ക്രിസ്തുവിന്റെ വകയാണ് നാം 6-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ തന്നാങ്ങൾക്കുള്ളവരല്ല, നാം നമുക്കുള്ളവരല്ല, നാം ക്രിസ്തുവിനുള്ളവരാണ്. ആ ചിന്തയോടുകൂടെ ഓരോ ദിവസവും മുൻപോട്ട് ജീവിക്കാൻ ദൈവത്തെ സഹായിക്കുമാറാകട്ടെ.